ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ കാരയപ്പം. നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിന് ചിലവർ പഴമൊക്കെ ചേർക്കാറുണ്ട്, ഞാനും ചേർത്ത് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഞാനിന്ന് മാമ്പഴം ചേർത്താണ് ഉണ്ണിയപ്പം തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളിവിടെ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മാമ്പഴം ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ 1 കപ്പ് റവ, 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് മൈദ, പിന്നെ ഞാൻ 200 ഗ്രാം ശർക്കര ഉരുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ നമ്മൾ കൊത്തി ചെറുതാക്കി വറുത്തെടുത്തത്. പിന്നെ എടുത്തേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ കറുത്ത എള്ളും 1 സ്പൂൺ ഏലക്കാപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് മാമ്പഴം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുവിധം വലിയ മാമ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം, റവ ഇട്ട് കൊടുക്കാം, മൈദ ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിൽ ഉപ്പ് ചേർക്കണ്ട, കാരണം ഓൾറെഡി ശർക്കരയിൽ ഉപ്പുണ്ടായിരിക്കും. ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ കറുത്ത എള്ളും ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മിക്സി അടിച്ചെടുക്കണ്ട, ഗ്രൈൻഡ് ചെയ്തെടുക്കണ്ട, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഞാനിവിടെ സ്റ്റൗവിൽ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് എപ്പോഴും നമ്മൾ നെയ്യപ്പം, ഉണ്ണിയപ്പം, അതുപോലെ അച്ചപ്പം, കൊഴലപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടിവശമൊക്കെ മുരിഞ്ഞ് വന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴം അരച്ച് ചേർത്ത ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞു. വളരെ ഭംഗിയായിരിക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറും അതുപോലെ തന്നെ വളരെ സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.